ശബരിമല റോപ്പ് വേയിലൂടെ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് വനം വകുപ്പ്. സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മാത്രമേ അനുവാദം നൽകൂ എന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ഒപ്പം റോപ്പ് വേ യാഥാർത്ഥ്യമാക്കിയാൽ ട്രാക്ടർ സർവീസ് അനുവദിക്കില്ല എന്നുള്ളതുമാണ് വനം വകുപ്പിന്റെ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് വ്യക്തമാക്കുന്നത്? ഇത്തരത്തിൽ റോപ്പ് വേ സൗകര്യം എത്തിയാൽ അത് ഭക്തർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വനം വകുപ്പിന്റെ നിലപാട്. അരുൺ, തീർച്ചയായും ജിഷ്ണു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റോപ്പ് വേ പദ്ധതി ദേവസ്വം ബോർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന പദ്ധതിയായിട്ടാണ് കാണുന്നത്. 2011 ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഈ ഒരു പദ്ധതിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പല തവണയും ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയൊക്കെ ദേവസ്വം ബോർഡിന് തീർത്തുനിന്നു. അതിലുള്ള അമർഷമൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ പലതവണ പുറത്തു പറയുകയും ചെയ്തതാണ്. ഇതിനുശേഷം ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഏറ്റവും വലിയ പ്രഖ്യാപനമായാണ് ഈ ഒരു റോപ്പ് വേ പദ്ധതിയെ കണ്ടത്. അതോടൊപ്പം തന്നെ മണ്ഡലകാലം തീരുന്ന മുറയ്ക്ക്, അതായത് ജനുവരി അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടെ റോപ്പ് വേ പദ്ധതിക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. തറക്കൽ ഇടും എന്നുള്ള കൃത്യമായ ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പദ്ധതി വീണ്ടും താറുമാറായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള ഈ വന്യജീവി ബോർഡിൻ്റെ അനുമതി ഇതുവരെയും ലഭിക്കാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു താല്പര്യക്കുറവ് അത് എന്തുകൊണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും നോക്കുന്നത്. പക്ഷേ ഇതുവരെയും ഇത്തരത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനം വകുപ്പ് കൃത്യമായ ഒരു മാർഗനിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഭക്തരെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അനുമതി ഈ റോപ്പ് വേയിൽ നൽകില്ല എന്ന് ആദ്യം തന്നെ വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മാത്രമാണ് നിലവിൽ അനുമതി ഉണ്ടാകുക. ഏതെങ്കിലും തരത്തിലുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കൂ. അതോടൊപ്പം തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ട്രാക്ടർ പൂർണ്ണമായും നിരോധിക്കും. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ വനം വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പദ്ധതിയുമായി തറക്കല്ലിടാൻ അല്ലെങ്കിൽ ആ അനുമതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ വനം വകുപ്പ് ഇത്തരത്തിലുള്ള നിർദ്ദേശം വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് കൂടിയാലോചനകൾ തുടങ്ങിയിരിക്കുകയാണ്. എന്താകും ഈ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം ഇത്തരത്തിൽ വലിയൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ആളെ കയറ്റുക എന്നുള്ള, ഭക്തരെ കയറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ദേവസ്വം ബോർഡ് മുമ്പ് ലക്ഷ്യം വെച്ചിരുന്നു. ഇതിനൊരു അനുമതി ഇല്ല എങ്കിൽ ഈ പദ്ധതി എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള ഒരു ചിന്ത കൂടി ദേവസ്വം ബോർഡിനുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഇതുവരെയും കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് കൃത്യമായ ഒരു നിലപാട് വനം വകുപ്പിനെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജിഷ്ണു.